എന്നിട്ട് എന്നിട്ട് അത് പിന്നെ പവിയുടെ ചുമ്മാ താൻ കാണിക്കടോ. കഴുതയുടെ പുറത്ത് കയറി ഇരുന്നിട്ട് പാൻ വരട്ടെ ഇങ്ങോട്ട് വാ. താൻ കാണിക്കടോ. അല്ല അത് പിന്നെ താൻ കാണിക്കടോ. ശരി തുടങ്ങാം. ഇത് കഴുത. അല്ല ഇത് കഴുതാന്ന് സങ്കല്പിക്കാം. അത് ശരി. ഈ കഴുതയുടെ പുറത്ത് ചുറ്റും ഫ്രണ്ട്സും വേറെ കുറെ കഴുതകളും വിത്ത് തെലുങ്ക് പാട്ട്. സുവി സുവന്നല സുവന്നലാല സുവന്നലാല സുവാനി പാടുതമ്മ രാമലാല രഘുരാമലാല ആസു 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 ആസു. അപ്പോൾ അവൾ തന്നെ കണ്ടു അല്ലേ? കണ്ടു. എന്നിട്ട് കഴുതയുടെ പുറത്തുനിന്ന് അവൾ ഇറങ്ങിയത് കൂടെ ഒന്ന് കാണിച്ച്. പിന്നെ ഞാൻ കഴുതപ്പുറത്ത് കയറിയ കാര്യേ പവിയേട്ടോടും ഉമ്മേച്ചോടും പറയരുത്, അവരെന്നെ കളിയേക്കും. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ മാത്രമേ ഉള്ളൂ ഈ ഗൗരവം ബലപ്പെടുത്തുമൊക്കെ. പുറത്തിറങ്ങിയാൽ ഏതെങ്കിലും കഴുതയുടെ പുറത്ത് കയറുക, കുന്നും ചെറിയ പോയിരുന്ന പാട്ട് പാടുക. പക്ഷേ ഒരു കാര്യം, മീനാക്ഷിയുടെ ആരോഗ്യകരമായ ഈ മാറ്റത്തിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ മാന്യ സുഹൃത്ത് ഗിരിയാർ മേനോന് ഞാൻ നൽകുകയാണ്. മീനാക്ഷി ഇനി ചമ്മണ്ട കാര്യമൊന്നുമില്ല. എന്താ ഗിരി? ഓ ഒരു മിനിറ്റ്. എന്നെയാ? അതെ, ഷൈനിങ് നന്നായിട്ടുണ്ട്. ഞാൻ ചമ്മീന്നൊന്നും വിചാരിക്കണ്ട, നല്ല തൊലിക്കട്ടി എനിക്ക്. ഓ തന്റെ മുഖത്തൊരു ചമ്മലുണ്ടല്ലോ, അവൾ എന്താ പറഞ്ഞേ? ജോലിയുടെ കാര്യം എന്തായെന്ന് ഞാൻ മിസ്സസ് നായരെ വിളിച്ചിട്ടുണ്ട്. നാളെ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കും. 30 വർഷങ്ങൾക്ക് മുമ്പ് 25 കുട്ടികളുമായി എന്റെ ഹസ്ബൻഡ് തുടങ്ങിയ ഒരു സ്കൂളാണിത്. ഇന്നിപ്പോ 1200ഓളം കുട്ടികളുമായി വളരെ നല്ല റെപ്യൂട്ടേഷനോടുകൂടി നടക്കുന്ന ഒരു സ്ഥാപനമാണ്. എനിക്ക് വേണമെങ്കിൽ 1-1.5 ലക്ഷം വാങ്ങിക്കാം ഒരു പോസ്റ്റിന്. പക്ഷെ പണമല്ല, മെറിറ്റും എഫിഷ്യൻസിയുമേ ഞാൻ നോക്കാറുള്ളൂ. എനിക്കറിയാം, എന്നാലും ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ച്. ഗിരി വന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ബട്ട് നൗ ഐ എം സോറി ഗിരി. ആ കുട്ടിക്ക് ഞാൻ ഉറപ്പ് കൊടുത്തു പോയി. ഒരു ടെമ്പററി പോസ്റ്റെങ്കിലും, ശമ്പളം അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയില് ഷീ ബാഡ്ലി നീഡ്സ് ടു ബി എൻഗേജ് സംവെയർ. ആ കുട്ടി ഗിരിയുടെ ആരാണെന്നാ പറഞ്ഞത്? എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററില്ല. ഓ അത്രയല്ലേ ഉള്ളൂ? അത്രയല്ല. പിന്നെ മാഡം എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചേ പറ്റൂ. എന്താ വല്ല പ്രേമവും കുടുങ്ങിയിട്ടുണ്ടോ ഫ്രണ്ടിന്റെ സിസ്റ്ററിലായിട്ട്? അയ്യേ അങ്ങനെയൊന്നുമില്ല. പൂങ്കുന്നത്ത് ബാലകൃഷ്ണ മേനോന്റെ മോനല്ലേ താൻ? പണ്ട് മഹാരാജ് കോളേജിൽ ഒരുമിച്ച് പഠിക്കുമ്പോ എനിക്ക് പ്രേമലേഖനം തന്നിട്ടുണ്ട് തന്റെ അച്ഛൻ. മലയാളി ക്ലബിന്റെ വാർഷികത്തിന് വന്നപ്പോ മാഡം പറഞ്ഞായിരുന്നു ഒരിക്കല്. അതെ അതെ, മറക്കാൻ പറ്റില്ല ആ വിദ്വാനെ. പരമരസികനായിരുന്നു. കവിതയും പാട്ടും രാഷ്ട്രീയൊക്കെ ആയി. ഞങ്ങൾ പെൺകുട്ടികളുടെ ഒക്കെ ഒരു ഹീറോ ആയിരുന്നു. മരിച്ചിട്ടിപ്പോ 5 വർഷം. എന്താ കുട്ടിയുടെ സബ്ജക്ട്? മാത്സ്. അയ്യോ, അപ്പൊ പ്രശ്നമാണല്ലോ. മാത്സിന് ഇപ്പൊ തന്നെ ആളധികമാ. ആ കുട്ടി നന്നായി ഡാൻസ് ചെയ്യുന്നല്ലേ ഗിരി പറഞ്ഞത്? ഒരു കാര്യം ചെയ്യും, കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ച ഒരു വിമല ടീച്ചറാണ് ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്നത്. ആ കുട്ടി ഡെലിവറിക്ക് നാട്ടിൽ പോവാണ്. തൽക്കാലം ഡാൻസ് പഠിപ്പിക്കുന്നു വെച്ചാൽ ആ കുട്ടിയുടെ ലീവ് വേക്കൻസിയിൽ കയറിക്കൊള്ളാൻ പറ. താങ്ക് യു. ഐ എം സോറി, എന്നെ കൊണ്ടൊക്കില്ല ഡാൻസ് ചെയ്യാൻ. ചേടാ, ഇതിപ്പോ പണ്ടാരണ്ട പറഞ്ഞ പോലായല്ലോ. നീ തന്നെ പറഞ്ഞിട്ടല്ലേ ഗിരി കഷ്ടപ്പെട്ട തലയുടെ കയ്യും കാലം പിടിച്ചത്. ബോറ് ഒരു ദിവസം മീനാക്ഷിക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് കരുതി നാളെ മുതൽ എന്നെ ലീവ് എടുപ്പിച്ചു. വിമല ടീച്ചറെ കൊണ്ടേ. പ്രസവത്തിന് നീ നാളെ കൂടെ ഉണ്ട്. എന്തായാലും ഈ ജോലി എനിക്ക് വേണ്ട, ഞാൻ ഇവിടെ ഇരുന്ന് ബോറടിച്ചോളാം. ആ അഖിലചന്ദ്രൻ അരവട്ടൻ പണ്ട് ഏതാണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ തുടങ്ങിയാലോ? ഉമേ, ഇയാൾ എന്താന്ന് വെച്ചാൽ അവളോട് തീരുമാനിക്കാൻ പറ. എനിക്ക് വയ്യ. എനിക്കും വയ്യ. അവൾ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. എന്ത് കാര്യത്തിനുണ്ടല്ലോ അവൾക്കൊരു പിടിവാശി. കേട്ടിടത്തോളം ഈ അഖിലേന്ദ്രൻ അരവട്ടല്ല, മുഴുവട്ട. ഇതുപോലുള്ള വട്ടുകളുടെ പേരില് താൻ തന്റെ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യങ്ങളൊക്കെ വേണ്ടാന്ന് നോക്കേണ്ട കാര്യമുണ്ടോ? തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ചു പോട്ടെ മൂക്ക്. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. എന്റെ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യമൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ആരോട് എന്താ പറയേണ്ടതെന്ന് ചിലപ്പോ ഞാൻ മറന്നുപോകും. ഐ എം സോറി. ഗിരി, ചില നേരത്തെ എന്താ പറയണ്ടെന്ന് അറിയില്ലല്ലോ നിനക്ക്. നിനക്കും തുടങ്ങിയ വട്ട്. ആ ഗിരി അവൻ വല്ലാതെ ഇൻസൾട്ടഡ് ആയിട്ടുണ്ട്. കുറച്ച് കൂടുതലുണ്ട് നിന്റെ അഹങ്കാരം. അവൻ വേണമെങ്കിൽ കൊച്ചു കുട്ടികളെ പോലെ അവൻ. സാരമില്ല, മീനാക്ഷിക്ക് ഇഷ്ടമുണ്ടേ മതി.
അതോട്ടോ. ഞാനെന്താ ഇങ്ങനെയെന്നറിയില്ല. എനിക്കുണ്ടൊരല്പം വട്ട്. അരവട്ടല്ല, മുഴുവട്ടന്നെയാ. ഐ എം സോറി. വല്ലാണ്ട് ഇൻസൾട്ടഡ് ആയില്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ അല്പം കൂടുതൽ ഫ്രീഡം കാണിച്ചു തന്നൊരു. നമുക്കിതൊക്കെ ഒരു തമാശയാക്കല്ലേ? ഞാൻ ചൂടായതും പിണങ്ങിപ്പോയതും ഒക്കെ. നാളെ എപ്പോഴാ ട്രെയിൻ 4:00 സീസൺ ടിക്കറ്റ് എടുക്കാല്ലേ? പവിയേട്ടനും ഉമ്മേച്ചിയും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ ജോയിൻ ചെയ്യാം സ്കൂളില്. വെറുതെ വിമല ടീച്ചറിനെ കൊണ്ട് ലീവ് എടുപ്പിച്ചതല്ലേ? വാ. അല്ല, എന്തേ പെട്ടെന്ന് ഇങ്ങനെ മനസ്സ് മാറാൻ? ആലോചിച്ചു. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ചില വട്ടുകളുടെ പേരില് എന്റെ ഇഷ്ടമുള്ള സ്വാതന്ത്ര്യമൊക്കെ ഞാൻ വേണ്ടാന്ന് വെക്കുന്നത് എന്തിനാ? തുമ്മിയാ തെറിക്കണ മൂക്കാണെങ്കിൽ തെറിച്ചു പോട്ടെ ആ മൂക്ക്, അല്ലേ? പിന്നെ ഈ കാത്തിരിപ്പിന്റെ അർത്ഥം? ഞാൻ കാത്തിരിക്കുന്നില്ലല്ലോ. ഇല്ലേ? ആ గిరిగారు ఎవరి పిల్ల? మా నాన్నగారు, అమ్మగారు, తాతగారు, అక్కయ్య గారు, భర్తడు, కూతడు, అల్లెడు, చెల్లెలు, కూతురు. తెలిసిందా? తెలియలేదే. తెలియదే. నీ పోడా తెండీന്ന്. ఏమిటి? తెండి తెండి. తూ మేరా స్నేహితులు తెండిలు. ఓహో. മീനാക്ഷി, അല്ലഗിരി, she can join today itself. థ్యాంక్ యూ. Nice girl, very nice girl. പ്രിയപ്പെട്ട അമ്മയ്ക്ക്, ഒടുവിൽ 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 ഈ തണുത്ത മലഞ്ചെരുവിൽ ഞാൻ കാത്തിരുന്ന എന്റെ പെൺകുട്ടിയെ കണ്ടെത്തിയമ്മേ. എന്റെ ഇത്തിരി കൂടിന്റെ മഞ്ഞുജാലകത്തിൽ സ്വർണ്ണ ചിറകുള്ള പക്ഷി പറന്നു വന്നിരുന്നു എന്റെ അമ്മേ. എന്റെ പൊന്നമ്മേ. അയ്യേ ഛീ, പൈങ്കിളി. അമ്മയ്ക്ക് ഇഷ്ടാവോ? ഞാൻ ഇഷ്ടപ്പെടുന്ന എന്തും ഇഷ്ടമാറില്ല എന്റെ പൊന്നമ്മയ്ക്ക്. അവളെ ഇഷ്ടാവും. നേരിട്ട് കാണാതെ തന്നെ ഇഷ്ടാവും. ഒരുപാട് ഒരുപാട് ഇഷ്ടാവും.